നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ സംസാരിച്ച ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ നിന്റെ സംസാരത്തിന്റെ ആ ഒരു എൻജോയ് ചെയ്യുമ്പോ ടോപ്പിക് മറന്നുപോയി. സിഗ്മയില്ലായിരുന്നു നീ അപ്പോ? സിഗ്മ എൻജോയ് ചെയ്യൂല, നീ അല്ലേ പറഞ്ഞ സിഗ്മ എല്ലാം ചെയ്യൂല. മറ്റേ നോൺ വെജ് ആരോ മുട്ടൊക്കെ കഴിക്കൂല, അതുപോലെ. അല്ല സോറി, വെജിറ്റേറിയൻ ആരോ മുട്ടൊക്കെ കഴിക്കൂല ചില ആൾക്കാർ, അതുപോലെ. അല്ലടി സോറി, ആരെങ്കിലും കാണുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു ടോപ്പിക്കും കിട്ടുന്നില്ല എനിക്ക്. അമ്പലത്തില് കല്യാണ സീക്വൻസ്, അമ്പലം, എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അയ്യോ പാസ്, എനിക്ക് ഒരു സാധനം. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കാം, നമുക്ക് പ്രശ്നമില്ല. എന്തായിരുന്നു സംസാരിച്ചത്? ക്രിക്കറ്റ്. ഓ ക്രിക്കറ്റ് മറന്നുപോയി. എന്നെ ഓർമ്മയില്ല, പിന്നെയല്ലേ എന്നെ തന്നെ ഓർമ്മയില്ലാന്നൊക്കെ. ഓക്കെ, അപ്പൊ പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നു എടുക്കട്ടോ. ഉറക്കത്തിൽ എഴുതിയോണ്ട് മറന്നു. പണിഷ്മെന്റ് ഗൂഗിൾ ഡൗൺലോഡ് ചെയ്തില്ല. അല്ല, എന്തെങ്കിലും വർക്ക് ചെയ്തൂടെ? പിന്നെ ഇത് എഴുതി വെക്കേണ്ട മറന്നുപോലെ. എന്തോരം ഇപ്പൊ എത്ര നേരമായി, എത്ര നേരം നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്, ഒരു മണിക്കൂർ തുടങ്ങിയതാട്ടോ. തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? എന്റെ ബ്രെയിൻ എത്ര അത് ശരിയാണ്, ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഞാൻ പറയുന്നത് ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പാവാണ്, സമ്മതിച്ചു. സത്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ, പാവ ഹേർട്ടോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്താ പറഞ്ഞത്? ഈ കുട്ടി പാവാണ്, ഈ കുട്ടി അത്ര പാവൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് സത്യം പറയുള്ളൂ. ഞാനിവിടുന്ന് പോട്ടെ ഏട്ടാ, ഞാൻ ആരാ? അല്ലെങ്കിൽ ഞാൻ മറ്റേ യൂണിവേഴ്സിറ്റി കയറും. അതെ, ബേസിൽ. അയ്യോ, അത് നീണ്ട് അങ്ങ് ബോളിവുഡ് വരെ എത്തിയിട്ടുണ്ടത്. ഓക്കെ, അടുത്തത് പണിഷ്മെന്റ് ആണ്. കല്യാണ വാർത്ത നേരിട്ടോ ഫോണിലൂടെയോ അറിയിക്കാൻ വിട്ടുപോയൊരു ഫ്രണ്ടിനെ ലൈവായി വിളിച്ച് അനുഗ്രഹം തേടുക. ആരെ വിളിക്കും? വിളിക്കണ്ടവൻ ദുബൈയിലാണ്. അല്ല, അവനെ അറിയിച്ചല്ലോ. സെലിബ്രിറ്റി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, ഞാനൊരു ചെറിയൊരു തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അതിപ്പം അറിഞ്ഞു കഴിഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇതില്. പക്ഷെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞില്ല, പക്ഷെ അവരെന്തായാലും ഓഫ്കോഴ്സ് അറിഞ്ഞിട്ടുണ്ട്. വിളിച്ചാൽ മതി. തനുവാമ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് ഒപ്പിക്കാം. മോനെ തനു, എനിക്ക് കല്യാണത്തിന് മുമ്പ് അറിയിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞോണ്ടെന്ന് ഒഫീഷ്യലായിട്ട് പറയാണ്, എന്റെ കല്യാണം കഴിഞ്ഞു, ഒന്ന് അനുഗ്രഹിക്കണം. പോയിക്കോ, നീ വിളിക്കണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. ടാറ്റാ, ബൈ ബൈ. ഓക്കെടാ. ഈ തെറിയിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഇത് കട്ട് ചെയ്യരുത്. പക്ഷെ ബീപ്പ് ചെയ്യണോ? എന്തിന്റെ കേടായത് എനിക്ക് ഇവരെ വിളിക്കാൻ? സന്തോഷായില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷായി. ചേച്ചിക്ക് സന്തോഷായില്ലേ? സന്തോഷായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലെ വെറൈറ്റി പണിഷ്മെന്റ്സ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. എക്സൈറ്റഡ് അല്ലേ നിങ്ങൾ? വേർക്കുന്നുണ്ടോ? അവന്റെ തെറിവിളിയിലാണോ വല്ലാണ്ട് അങ്ങ് വേർത്ത് പോയി. നല്ല ചെക്കനായിരുന്നു, എന്ത് പറ്റിയെന്ന് വഷളായി. അവനൊന്ന് കാണണം. തനു എന്റെ കൂടെ സീരിയൽ ഇത് തന്നെ. ഇപ്പൊ അകലെ എന്ന് പറഞ്ഞിട്ടുള്ള സീ കേരളത്തിലെ ഹീറോ തനുജ്. അതെ, ഡോണ്ട് വറി, ബാക്കി നമ്മൾ ഏറ്റു. വെച്ചോ, അവന്റെ അഡ്രസ് അടക്കം വെക്കണം. അവൻ അങ്ങനെ തന്നെ വേണം. മേഘയെ ഏത് വേഷത്തിൽ കാണാനാണ് സൽമാൻ ഇഷ്ടം? ഏത് കഴിഞ്ഞോ? ഓക്കെ, കണ്ടേ. കുളിച്ച തലയിൽ ടവൽ കെട്ടി ഇൻ സാരി, ലോങ് ഗൗൺ ടൈപ്പ് ഡ്രസ്. അതെനിക്ക് ഇഷ്ടമില്ലടാ. രണ്ടും എന്റെ ഫേവറേറ്റ് ആണ്. കുളിച്ച്
വരുമ്പോ കാണാനാണോ ഏറ്റവും ഇഷ്ടം? അല്ല തലയിൽ കെട്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. സീഡിലെ ടൈമില് നമ്മൾ ബാക്കിൽ ഇങ്ങനെ തോർത്ത് വെച്ച് കെട്ടില്ല, അപ്പൊ അങ്ങനത്തെ സീനൊക്കെ വരുമ്പം പറയാതെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ. പക്ഷെ പണിഷ്മെന്റ് ഉണ്ട്, എന്തൊക്കെ പറഞ്ഞാലും പണിഷ്മെന്റ് ഉണ്ട്, അതിനൊരു മാറ്റമല്ല. ഓ, ഇതൊരു ആക്ടിങ് സെഗ്മെന്റ് ആണ്, അടിപൊളി ആക്ടിങ് ആണ്. എന്താണെന്നറിയോ? നീ ഇല്ലാതെ ഇനി എനിക്ക് ജീവിതമില്ല, കംപ്ലീറ്റ് ദ സ്ക്രിപ്റ്റ്. ഇത്ര ഞാൻ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, ബാക്കി കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇടാം. മീൻസ് കുറച്ച് ഡയലോഗ് ചേർത്ത് പറയണം. ആരാ പറയണ്ടേ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. നീ സ്റ്റാർട്ട് ചെയ്തോ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, അതിനി എന്ത് സംഭവിച്ചാലും ശരി, അതങ്ങനെ തന്നെയാണ്. ഇങ്ങനെ രണ്ട് വാക്കിലൊന്നും പറഞ്ഞതാക്കണം, കുറച്ച് ഉള്ളിന്ന് വരട്ടെ. എന്താണ് ഉള്ളി വരാ? ഉള്ളിയല്ല, പറ. പറയണ ഞാൻ പറ. സോറി, എന്തായാലും സ്റ്റാർട്ടിങ്. നീ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല. ഇത്രയും കാലം ഒറ്റക്ക് ജീവിച്ചു, ഒറ്റക്ക് ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ. നീ ലൈഫിൽ വന്നതിന് ശേഷമാണ് ആ ചിന്തകളൊക്കെ മാറി തുടങ്ങിയത്. സോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ഇനി ആകാശം ഇടിഞ്ഞു വീണാലും, ഇനി നീ ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്കും അതേപോലൊക്കെ തന്നെയാണ്. ലൈഫ് തീർന്നു, ഇറ്റ്സ് എ ഹെൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു പീസായിട്ടും എൻ്റെ ഹാപ്പിനെസ് ആയിട്ടും എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നതും എനിക്ക് കാണിച്ചു തന്നതും കാണിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്തതും ഒക്കെ പാച്ചാണ്. സോ എനിക്ക് നീ ഇല്ലാതെ ഇനി ഒരു ജീവിതമേ ഇല്ല. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞത്, അതാണ് നീ ഉദ്ദേശിച്ചത്? ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സീരിയസ് ആയി പോയോ എന്നൊരു സംശയം. മേഘ പറയുമ്പോ ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടായിരുന്നു പറയുന്നത്. ഞാൻ സത്യങ്ങൾ പറഞ്ഞു. അടിപൊളി അടിപൊളി. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവളോട് പറയാം, എനിക്ക് ഞാൻ കാണിച്ചു തരാടി, അത് ഈ കാണിച്ചു തരാൻ ഇങ്ങനെയാണ് ഇവളെ എടുത്തത് എനിക്ക് അറിഞ്ഞത്. ഓക്കെ, അടുത്തത്. മേഘയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? സ്ട്രോബെറി ബട്ടർ സ്കോച്ച്. ഇത് ഇഷ്ടമില്ലാത്തതല്ലേ? ഇഷ്ടമില്ലാത്തല്ലേ ചോദിച്ചേ? സോ സാഡ്. ചോദ്യം തെറ്റി. ഞാൻ ചോദിച്ചെന്താണ് ഏറ്റവും ഫേവറേറ്റ്. അതെ, അതിൽ എഴുതിയത് അങ്ങനെയാണെങ്കിൽ വായിക്കേണ്ട അങ്ങനെയല്ല, ഇഷ്ടമില്ലാത്തതാണ്. സത്യം പറയട്ടെ, അതിനുള്ള പണിഷ്മെന്റ് തീർന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ സ്പോട്ട് ആയിട്ട് തരാം. സോറി, ഇഷ്ടമല്ല സ്ട്രോബെറി ബട്ടർ സ്കോച്ച്. ഞാൻ തന്നെയാണ് വാങ്ങിക്കൊടുക്കാറ്, എന്നിട്ട് സാരില്ല സാരില്ല, സമയമുണ്ടല്ലോ. 3 ദിവസമായിട്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ അറിഞ്ഞോണ്ട് തെറ്റിച്ചത്. അതെ അതെ, കണ്ണ് വരണ്ടെന്ന് വിചാരിച്ചു നീ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഈ പണിഷ്മെന്റിന്റെ പേരാണ് റൊമാൻസ് എവർ ആൻഡ് എവർ. അപ്പൊ ഞാനാണെങ്കിൽ എന്തായാലും കുറച്ച് വാക്കുകൾ പറയും. ആ വാക്കുകളിൽ നിങ്ങൾക്ക് ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റൊമാൻറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് ഇതാണെന്ന് പറയണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സോങ് 1 2 3. വിഴിമൂടി. അങ്ങനെ അറിയായിരുന്നു? കാരണം ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണ്, ഫേവറേറ്റ് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഫേവറേറ്റ് സോങ് ആണ്. ഓക്കെ, അടുത്തത് ബുക്ക് 1 2 3. ബാലരമ. അതേ അറിയുള്ളൂ എനിക്ക്. നശിപ്പിച്ച് വേറെ ബുക്കിനെ കുറിച്ച് എന്താ പറയാ? ഓക്കെ, നമ്മുടെ ബാക്കി അടുത്ത എഫോർട്ട് എടുത്തോട്ടോ. അടുത്തത് ഇത് എക്സാം ടെസ്റ്റ് പേപ്പർ എഴുതിപ്പിക്കണ പോലെ ഉണ്ട് ഇപ്പൊ. ഇത് പേടിച്ചാണ് സ്കൂളിൽ പോകാത്തത്, എപ്പോഴേക്കും ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കണം. ഓക്കെ, സൽമാന് ദേഷ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. ഇംഗ്ലീഷ് വാക്ക് ഇതാ. ഇത് രണ്ടിനും അധികം വരാറ്. ഒരു മാച്ചും ഇല്ല. വാട്ട് ദ ഹെൽ, ഡാം, ഉഫ്. നിങ്ങൾ സംസാരിക്കാറില്ലേ അപ്പോ? ഞങ്ങള് മലയാളത്തിലാണ് സംസാരിക്കാറ്. മാതൃഭാഷ അല്ലെങ്കിൽ രാഷ്ട്രഭാഷ. ഓക്കെ, അപ്പൊ അടുത്ത പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന സൽമാനാണ്. അപ്പൊ സൽമാൻ ഒരു പാട്ട് പാടാം.
ഒരു പാട്ട്. ഹാപ്പിനെസ് ഉണ്ടോ? അടുത്ത ആളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം. അത് വേണ്ട. ഇതെന്താ പണിഷ്മെന്റ് ആണ്, അപ്പൊ തെറ്റിക്കരുത്. ഓക്കെ, ഓക്കെ. விழிமூடியோசித்தாலங்கேயும் வந்தாய் முன்னே முன்னே தனியாக பேசிடும் சந்தோஷம் தன்னா பெண்ணே பெண்ணே அடி இது போல் மழைக்காலம் என் வாழ்வில் வருமா மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே விழி வழியே விழி வழியே நான் என்னை கண்டேனே செந்தேனே. അടിപൊളി അടിപൊളി അടിപൊളി. മൾട്ടി ടാലന്റഡ് ആണ് അല്ലേ? അതെ അതെ, ഓക്കേ. ആണോ? മേഘ പാടുവോ? മേഘ പാടൂല. പാടൂലേ? കേൾക്കാറേ ഉള്ളൂ. അല്ല, നമുക്ക് ആ ഒരു കഴിവും കൂടെ നമുക്ക് പുറത്ത് കൊണ്ടുവരാം അടുത്ത മനുഷ്യൻ. ഓക്കെ, അടുത്തത്. സൽമാന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു യൂത്ത് ഐക്കൺ ഇൻ മലയാളം സിനിമ. ഓ, the same man. Same but different. DQ. അതെന്താ ദുൽഖറിന് ഇഷ്ടപ്പെടാൻ ഇത്രയും കാരണം? ആക്ച്വലി ഐ ലവ് മമ്മൂക്ക. ആ ലെഗസി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പുള്ളിൻ്റെ അടുത്തൊരു ഇഷ്ടം വന്നു DQവിൻ്റെ അടുത്ത്. പിന്നെ ഐ ലവ് ഈവൻ ദോ പുള്ളി മമ്മൂക്കാൻ്റെ മകനായിട്ടാണ് വന്നതെങ്കിൽ പോലും സെൽഫായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റൈൽ, ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്വാഗ് ഭയങ്കര രസമാണ് കാണാൻ. എവറിത്തിങ്, ദ വേ ഓഫ് ഡ്രസ്സിങ് ആണെങ്കിലും ഫാഷൻ സെൻസ് ആണെങ്കിലും എന്താ പറയുക, പുള്ളിൻ്റെതായിട്ടുള്ള ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോന്ന് വെച്ചാൽ, ടു ബി ഫ്രാങ്ക്, ഫീൽഡിൽ വരുന്നതിന്റെ മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോഴും ഇഷ്ടമാണ്, അല്ല അങ്ങനല്ല, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ആ കമ്പാരിസൺ വരുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര കമ്പാരിസൺ വരാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട് അങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ്. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണെങ്കിലും പ്രൊഫഷണലി എനിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ അങ്ങനെ ആയിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സാധനം വരാറുണ്ട്. പിന്നെ സത്യം പറഞ്ഞെങ്കിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, DQവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറുണ്ടോ എന്നുള്ളൊരു സാധനം വരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് പുള്ളിക്കാരനെ കൂടെ വർക്കും ചെയ്തിട്ടുണ്ട്. സൽമാൻ മേഘ വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറിയിരുന്നു. ഇവരുടെ വിവാഹത്തിന്റെ വാർത്ത എത്തിയപ്പോൾ തന്നെ മേഘ ഇനി മതം മാറുമോ, മുസ്ലിമായി കൺവേർട്ട് ചെയ്യുമോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. വിവാഹത്തിനെത്തിയ മേഘയുടെ മാറ്റം കണ്ടപ്പോൾ തന്നെ ആരാധകർ ഈ പെൺകുട്ടി സൽമാനൊപ്പം ഇനി മുസ്ലിമായി ജീവിക്കും എന്ന് വിധി എഴുതുകയും ചെയ്തിരുന്നു. വിവാഹത്തിന് പൊട്ടൊന്നും ഇടാതെ ഒരു മുസ്ലിം ലുക്കായിരുന്നു മേഘ്നയ്ക്ക് ഉണ്ടായിരുന്നത്. ഓൾറെഡി വെളുത്ത സുന്ദരിയായ മേഘ്നയ്ക്ക് ആ ഒരു ലുക്ക് ഉണ്ട് താനും. എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയുകയാണ് സൽമാനുൾ. ഇപ്പോൾ പർദ്ദ ഇടുന്നതോ ഇടാത്തതോ ഒക്കെ മേഘയുടെ ഇഷ്ടമാണ്. അത് മേഘയുടെ കാര്യമാണ്. അത് വേണമെങ്കിൽ മേഘയ്ക്ക് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി, മേഘയുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി എൻ്റെ ഫാമിലിയിലെ വല്ല ഫംഗ്ഷനോ മേഘ പർദ്ദ ഇട്ടാൽ അതൊരു കൺവേർട്ടായി എന്നാരും പറയരുത് എന്നൊക്കെ സൽമാൻ പറയുന്നുണ്ട്. എല്ലാം അഴിച്ചിട്ട് നടക്കാനല്ലല്ലോ പറയുന്നത്, നല്ല കാര്യമല്ലേ. അവൾ മതം മാറി മേഘ പർദ്ദ ഇട്ടാൽ അങ്ങനെ വിചാരിക്കേണ്ട എന്നും സൽമാൻ പറയുന്നു.